അപ്പോൾ ഇന്നത്തെ അതിഥിയിലേക്ക്. ശരിയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ പാട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. 100-ലേറെ പേരെ ഒരേ സമയം അനുകരിക്കാൻ ശേഷിയുള്ള ആളാണ്. മാത്രമല്ല ഒരു അവതാരകനുമാണ്. നമ്മുടെ മ്യൂസിക് ഇന്ത്യ എന്ന ജനം ടി വിയുടെ പരിപാടി കഴിഞ്ഞ തവണ അവതാരകനായി എത്തിയത് മിഥുൻ മണ്ണാർക്കാടാണ്. ഈ റിയാലിറ്റി ഷോകളിൽ സജീവമായി വളരെ അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് മിഥുൻ. പൂരാടം ആണെന്ന് ഓണാശംസകൾ അഡ്വാൻസായി നേരുന്നു. സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. സ്വാഗതം. നമസ്കാരം. ശരി മിഥുൻ, നമുക്ക് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ ജയരാജ് വാര്യരുടെ ശിഷ്യനാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങിയാലോ മിഥുൻ? ജയരാജ് വാര്യർ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഗുരുവിനെ അനുകരിച്ചുകൊണ്ട് തുടങ്ങാനോ? തീർച്ചയായിട്ടും ആദ്യം തന്നെ തീർച്ചയായും എന്തായാലും ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു. നമുക്ക് തുടങ്ങാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞോളൂ. ജയരാജ് വാര്യർ വരട്ടെ. ഓക്കെ. തീർച്ചയായും ജയേട്ടൻ്റെ ഒക്കെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കലാരംഗത്ത് ഇത്രയും സജീവമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജയേട്ടൻ ഇന്ന് നമ്മുടെ ഒരു ജനം ടി വിയുടെ ഒരു പ്രോഗ്രാമിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതികളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. വളരെയധികം സന്തോഷം എനിക്ക് ജനം ടി വിയുടെ ഒരു പ്രോഗ്രാമുമായിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ ജനം ടി ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എന്തായാലും പൂരാട ദിനമായതുകൊണ്ട് തന്നെ നമുക്കൊരു പാട്ടിലൂടെ അങ്ങോട്ട് പോവാം. എന്തായാലും ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ഒന്നടങ്കം ആഘോഷത്തിൻ്റെ ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് അത് വലിയൊരു ആഹ്ലാദത്തിന് ഇരയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം, കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളും നേ, ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം. വളരെയധികം സന്തോഷം ജനം ടി വിക്കും അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമുക്ക് മിഥുനെയും ജയരാജുമാരെയും ഒരുമിച്ച് ഫ്ലോറിൽ ആശാന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് തുടക്കം. അപ്പൊ ഇനി പറയൂ ഓണവിശേഷങ്ങൾ. ഓണവിശേഷങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ വളരെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓണത്തെ വരവേൽക്കുന്നത്. ഒപ്പം വയനാടിനെ കൂടെ ഈ ഒരു ഓണത്തിൽ ഓർക്കുന്നു. അവർക്കൊരു കുറവുമില്ലാത്ത രീതിയിൽ തന്നെ ആവട്ടെ ഈ ഒരു ഓണം. അതും കൂടെ ഈ ഒരു ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്നു ഈ ഒരു ഓണത്തിന്. മിഥുൻ, ഈ കേരളത്തിൽ നമ്മൾ ഒന്നായി മലയാളികൾ എല്ലാവരും ലോകത്ത് എവിടെയാണെങ്കിലും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കാറ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം പ്രാദേശികമായി ഓരോ ഓണാഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ട്. മിഥുന്റെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഓണാഘോഷം? തീർച്ചയായിട്ടും എങ്ങനെയാണ് മിഥുന്റെ നാട്ടിൽ പ്രത്യേക ഓണാഘോഷങ്ങളുണ്ടോ? ഈ പ്രാദേശികമായി ഇങ്ങനെ ഓണക്കളികൾ അങ്ങനെയായി പല രീതിയിൽ പലയിടങ്ങളിലാണ്. ഒരുപക്ഷെ സദ്യക്ക് പോലും വ്യത്യാസമുണ്ട് അല്ലെ? അപ്പോൾ എങ്ങനെയാണ് മിഥുന്റെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നത്? അങ്ങനെ ഉണ്ട്. ഓണം ആഘോഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള കളികളും ഓണത്തല്ല്, ഓണക്കളികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം സജീവമായിട്ടൊന്നും ഇല്ലല്ലോ. സാധാരണ രീതിയിൽ നമ്മൾ ഫാമിലിയോടൊത്ത് ഒത്തുകൂടുന്നു. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഈ ഒരു ഓണത്തിന് ഇരട്ടി മധുരമുണ്ട്. വീട്ടിലേക്കൊരു അതിഥി കൂടെ എത്തിയിരിക്കുകയാണ്. കുഞ്ഞുണ്ടായിരിക്കുന്നു, പെൺകുഞ്ഞാണ്. അതാണ് ഈ വർഷത്തെ ഓണം. അപ്പോൾ സന്തോഷം. ശരി. അപ്പോൾ മിഥുൻ, ഇപ്പോൾ സ്റ്റേജ് ഷോസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. ഓണാഘോഷ സമയമാണല്ലോ, തിരക്ക് പിടിച്ച സമയം. ഇന്ന് തന്നെ പരിപാടി ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇത്തവണ ഓണത്തിന് സദസ്സിലേക്ക് എത്തിക്കുന്ന പുതിയ വിരുന്ന്? വൺമാൻ ഷോയുടെ ഉസ്താദാണെന്ന് എനിക്ക് നേരിട്ടറിയാം. ഈ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ? തീർച്ചയായും നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു പഠിച്ചു വെച്ച സാധനം പറയുന്നതിലുപരി നമ്മൾ ആ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അവിടെ എന്താണോ പറയേണ്ടത് അത് സ്പോട്ടായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഷോയുടെ ഒരു പ്രത്യേക രീതി. അപ്പോൾ മാത്രമല്ല
കൂടുതലായി പാട്ടുകളും അതുപോലെ കാരിക്കേച്ചറും അതുപോലെയുള്ളതെല്ലാം കൂടെ സമ്മിശ്രമായിട്ടാണ് നമ്മുടെ ഒരു പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ ഇത്തവണ എന്താണോ പുതിയ വിഷയങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരി, മിഥുൻ്റെ അനശ്വരമായ സ്ഥലത്തെത്തുക, ആ സ്ഥലത്തെക്കുറിച്ച് ആ പരിപാടിയെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുക. ശരി, ഈ അനശ്വരമായ ശബ്ദമായി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെതാണ്. പറഞ്ഞോളൂ. പക്കയാണ്, പക്ക. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ രാജുവേട്ടനെ ഒന്ന് ചെയ്യാം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഒന്ന് പോവാം. ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് രാജുവേട്ടനെ ആണെങ്കിൽ, ജനം ടി വിയിൽ ഇരിക്കുന്നത് പൃഥ്വിരാജ് ആണെങ്കിൽ, അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശൈലി മാറും. ആക്ച്വലി ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ആടുജീവിതം എന്ന വലിയ സിനിമയ്ക്ക് ലഭിച്ച ആ ഒരു വലിയ പിന്തുണ, അതാണ് ഈ ഓണത്തിന് ഏറ്റവും വലിയൊരു ആഹ്ലാദം ഉണ്ടാക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഈ ഓണം ആഘോഷിക്കാൻ പറ്റാറില്ല എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പല സിനിമാ സെറ്റുകളിലായിരിക്കും ആക്ച്വലി ഓണം ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഫാമിലിയുമായി ഒരു ഓണം ആഘോഷിക്കുക എന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒന്നാണ്. താങ്ക് യു. ആടുജീവിതം എന്ന സിനിമ വലിയ രീതിയിൽ ജനം ഏറ്റെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. അതുപോലെ വീണ്ടും സന്തോഷമാണല്ലോ. അല്ല, എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഞാൻ ഒരുപാട് തവണ മിഥുൻ്റെ പൃഥ്വിരാജിനെ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓണമായിട്ട് ഇപ്പോൾ നമ്മുടെ ജനം ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നടന്മാർ വരാൻ പോവാണ്. അതില് 2-3 പേര് വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഇപ്പം കൃഷ്ണരാജ് ചോദിച്ച ആളുകളെയാണ് മിഥുൻ അനുകരിച്ചത്. പക്ഷെ മിഥുന് ഏറ്റവും അധികം പെർഫെക്ഷനോടുകൂടി മിഥുൻ അവതരിപ്പിക്കുന്നു എന്ന് തോന്നുന്നത് ആരെയാണ്? തീർച്ചയായിട്ടും പൃഥ്വിരാജ്, ജയേട്ടൻ, അങ്ങനെയൊക്കെ നീളുന്ന ഒരു ലിസ്റ്റാണുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഈ റാ എന്നൊക്കെ പറയുന്ന ലെറ്ററിന് കൂടുതലൊരു പ്രൊനൗൺസിയേഷൻ ഭയങ്കര പ്രസ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് അവതരിപ്പിക്കാം, സുരാജേട്ടൻ്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ആദ്യമായിട്ടാണ് ജനം ടി വിയുടെ ഈ ഒരു വാർത്താ പുലരി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ. കാരണം വേറെ ഒന്നും പറയില്ല, എന്തായാലും ഇവിടെ വന്ന് നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. വേറെ ഒന്നും പറയില്ല. നന്ദി, നമസ്കാരം, താങ്ക് യു. അദ്ദേഹത്തിന്റെ റാക്കും ഒക്കെ ഭയങ്കര ഒരു പ്രസ് കൂടുതലാണ്. ഇതൊക്കെ ഇവർ പറയുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും. സുരാജിനെ സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നേരിട്ട് വേദികൾ കാണുന്ന പോലെ തന്നെ ഒന്ന് കണ്ണടച്ച് നിന്നാൽ മിഥുൻ പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോവില്ല പെട്ടെന്ന്. നിങ്ങളൊക്കെ ആണെങ്കിൽ സസൂക്ഷ്മം 1 മുതൽ അവസാനം വരെ നിങ്ങളിങ്ങനെ സൂക്ഷ്മമായി ജോലിയുടെ ഭാഗമായതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ. ശബ്ദ കലാകാരന്മാർ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സ്പെഷ്യലായിട്ട് ഓർമ്മ ബോച്ചയുടെ ശബ്ദം. അതെ, അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. ബോച്ചയുടെ ശബ്ദം വല്ലാണ്ട് സൂപ്പർ. ഓക്കെ, തീർച്ചയായും. നമുക്കിവിടെ മൈക്കിന്റെ ഒക്കെ പരിമിതികളുണ്ട്, അതിനുള്ളിൽ ചെയ്യുന്നത്. അല്ല, നമുക്കത് പറഞ്ഞല്ലോ, മിമിക്രി എപ്പോഴും സ്റ്റാൻഡിങ് മൈക്കിന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അതൊന്ന് കയ്യിലേക്ക് എടുത്ത് അവതരിപ്പിക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. പക്ഷെ മിഥുൻ ഒരു കുഴപ്പമില്ല, പക്കയാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു ഫീഡ്ബാക്ക് നമ്മൾ പറയുന്ന തീർച്ചയായിട്ടും ബോച്ചയുടെ ഒരു സ്റ്റൈലിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അത്, ഒരു മാസം മുൻപാണ് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോച്ചയുടെ ഒരു സ്റ്റൈലിലേക്ക് ഒന്ന് നോക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ജനം ടി വി അത് വലിയൊരു ടി വിയാണ്. തൃശ്ശൂരിൽ പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോൾ എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന്. പക്ഷേ ഞാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞാൽ മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതിൽ ഇതുവരെ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. ചില ആളുകൾ പറയുന്നു എനിക്ക് തലയ്ക്ക് തീരെ സുഖമില്ല എന്ന്, ചിലർ പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ ഞാൻ ഓടും, ചാടും,
ചിലപ്പോൾ കരാട്ടെ കാണിക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. താങ്ക് യു ജനം TV. സൂപ്പർ സൂപ്പർ മിഥുൻ. ഈ സൂപ്പർ എന്ന് പറയുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് ഈ മിമിക്സ് പരേഡ് റിയാലിറ്റി ഷോയിലെ ആദ്യത്തെ ടോപ്പ് വിന്നറാണ് മിഥുൻ മണ്ണാർക്കാട്. മിഥുൻ ഈ ഫ്ലവേഴ്സ് ടിവിയുടെ പരിപാടിക്ക് വരുമ്പോൾ അത് തീർച്ചയായും ഫോളോ ചെയ്യുമായിരുന്നു. വളരെ രസകരമായൊരു ഉത്സവമായിരുന്നു അത്. അതിൽ മിഥുൻ വരുമ്പോൾ മുഴുവൻ പേരും സദസ്സും സിനിമാ താരങ്ങളും ഒക്കെയും കൈയടിച്ച് വരവേൽക്കുന്നത്, അവരാഘോഷിക്കുകയാണ് മിഥുൻ്റെ ഓരോ എക്സ്പ്രഷനും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷം പറയൂ, അതായത് മിമിക്സ് പരേഡിലെ വിന്നർ, ആ കഥ ഒന്ന് പറയും. മിമിക്സ് പരേഡിൽ ഏകദേശം ആദ്യത്തെ ഒരു 1 man റിയാലിറ്റി ഷോ ആയിരുന്നു മിമിക്സ് പരേഡ് എന്ന പ്രോഗ്രാം. കാരണം ഈ മിക്ക ടീമുകളായി, അതായത് ഒരു ഗ്രൂപ്പ് പെർഫോമൻസിന് ഉപരി ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മിമിക്സ് പരേഡ് എന്ന റിയാലിറ്റി ഷോ മറ്റൊരു പ്രമുഖ ചാനലിലായിരുന്നു അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം നീളുന്നൊരു ഷൂട്ടായിരുന്നു അത്. അപ്പോൾ അതിൽ കുറേ കടമ്പകൾ കടന്നാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും അതിൽ വിജയമായതും. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 2015-16 ആ സമയത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും പിന്നെ കലാരംഗത്തിന് വളരെ ഒരു സ്ട്രോങ് ബേസ് ആണ് കിട്ടിയിട്ടുള്ളത്. മിഥുൻ ആസ്വദിക്കുന്നത് ഏതാണ്? പാട്ടുകാരനായിട്ടാണോ, അല്ലെങ്കിൽ മിമിക്രി അവതരിപ്പിക്കുന്ന ആളായിട്ടാണോ, അതോ അവതാരകനായിട്ടാണോ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഏത് മേഖല? അതോ മിമിക്രിയിലേക്ക് ഗാനങ്ങൾ പാട്ട് ഞാൻ പാട്ട് അല്ല, അങ്ങനെയല്ല. പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഞാൻ മ്യൂസിക് പഠിച്ചിട്ട് പാടുന്നതല്ല, നമ്മൾ കേട്ടുപാട്ടാണ്. അതായത് കേൾക്കുന്നു അതുപോലെ പാടുന്നു. അതാണ് നമ്മുടെ ഒരു രീതി. കൂടുതലും മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പാട്ടുകളിലേക്കും കൂടെ കടക്കുന്നു എന്ന് മാത്രം. പിന്നെ അവതാരകൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ജയേട്ടൻ്റെയൊക്കെ ഒരു കൈ തലയിലുള്ളത് കൊണ്ടാണ് നമുക്ക് വാക്കുകൾ മുറിയാതെ സംസാരിക്കാനുള്ള ഒരു എനർജി കിട്ടുന്നതും. അതൊക്കെ ഒരു അനുഗ്രഹമാണത്. അപ്പോൾ അവതാരകൻ എന്നുള്ള റോളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. മിഥുൻ ഈ ഗായകരെ അനുകരിക്കാറുണ്ടോ? ഗായകരുടെ ശബ്ദം അനുകരിച്ച് പാടാറുണ്ടോ? അങ്ങനെയെങ്കിലും ഒരു ഓണപ്പാട്ടാകാം. ഗായകരുടെ നമ്മുടെ കുറച്ച് പേരെയൊക്കെ അനുകരിച്ച് പാടാറുണ്ട്. നമ്മുടെ വേണുചേട്ടൻ, വേണുഗോപാൽ, അതുപോലെ അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ ശബ്ദം അനുകരിക്കാറുണ്ട്. അപ്പോൾ വേണുചേട്ടൻ വന്ന് ഇവിടെ ഇരുന്ന് പാട്ട് സംസാരിക്കുകയും അദ്ദേഹം പാട്ടൊക്കെ പാടുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് ശ്രമിക്കാം. ഒത്തിരി നാളായി ചെയ്തിട്ട് ഒന്ന് ശ്രമിക്കാം. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു പ്രോഗ്രാമിൽ എന്നെക്കൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ജനം TV അത് വലിയൊരു വാർത്താമാധ്യമ രംഗത്ത് വലിയ ഒരു മാറ്റമുണ്ടാക്കിയിട്ടുള്ളൊരു ചാനലാണ്. അതിൽ ഈ ഒരു വാർത്താ പ്രഭാതത്തിൽ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷം. 2 വരി പാട്ടിലേക്കൊന്ന് പോവാം. ഏതോ വാർമുഖിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുഖിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനെ അമൃതേകാനായി വീണ്ടും എന്നിലേതോർമകളാൽ കിനാവിലെ മുത്തേ നീ വന്നു. കുറേ നാളായി പാടിയിട്ട്, അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ജനം TV. ദിവസവും പാടിയ ഇതിനേക്കാൾ മനോഹരം. അതുകൊണ്ട് വേണ്ട, ഇൻസ്റ്റന്റ് ആണ്. ഏത് ചോദിച്ചാലും പറയും. സംശയം ഉണ്ടെങ്കിൽ വീണ ഒരെണ്ണം ചോദിച്ചു. മനോജ് കെ ജയനെ ഒന്ന് അനുകരിച്ചാൽ എങ്ങനെയിരിക്കും? വളരെ പെട്ടെന്ന് നമുക്ക്. മനോജ് കെ ജയനൊക്കെ പറ്റുമോ? തീർച്ചയായും മനോജ് കെ നമുക്ക് ശ്രമിക്കാം. മനോജിൻ്റെ വോയിസ് ഒക്കെ ചെയ്യാറുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നെ എല്ലാവരെ പോലെയല്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു സൗമ്യമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ മനോജേട്ടൻ കുറച്ചുകൂടെ ഒന്ന് പവറായിട്ടായിരിക്കും സംസാരിക്കുക. ശരിക്കും വലിയ സന്തോഷം. ജനം TVയുടെ ഒരു രാവിലെ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഓണം എന്ന് ആഘോഷിക്കുന്നത് അത് ശരിക്കും വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ലോകത്തെവിടെ ജനിച്ചിട്ടും കാര്യമില്ല, മലയാളിയായി ജനിക്കാൻ പറ്റിയാലാണ് ഈ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. കാരണം ജനം TV ഇന്ന് ഈ ഒരു രാവിലെ പൂരാട ദിനത്തിൽ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാം നടന്നതിൽ വലിയ സന്തോഷമുണ്ട്.